നോമ്പ് ചിന്തകൾ 4-ാം ശനി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം പുനരുത്ഥാനത്തിന് ശേഷം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും ഈശോയുമായുള്ള സംഭാഷണത്തിലെ ഒരു ഭാഗമാണ്. ഈ സംഭാഷണം ഒരു പുതുയുഗത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. ശിഷ്യരോടൊപ്പമുള്ള യാത്രയിൽ മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ട കാര്യങ്ങളെല്ലാം ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഈ പഴയ നിയമഗ്രന്ഥങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ ഈശോയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്ന വസ്തുത ഈശോ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. പഴയ നിയമഗ്രന്ഥങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു ഈശോ മിശിഹ തന്നെയാണ്. ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ തക്കവിധം ഈശോ അവരുടെ ഹൃദയം തുറന്നു. തുടർന്ന് അവിടുന്ന് പറയുന്നു, ക്രിസ്തു സഹിക്കുകയും മരിക്കുകയും 3-ാം ദിവസം ഉയർക്കുകയും ചെയ്യണം. ഈ സത്യം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടണം. നിങ്ങൾ ഇവയ്ക്കെല്ലാം സാക്ഷികളാണ്. ശിഷ്യരുടെ ദൗത്യം ആത്യന്തികമായി സാക്ഷ്യത്തിൻ്റേതാണ്. നാം കാണുകയും കേൾക്കുകയും വ്യക്തിപരമായി അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് ലോകത്തിൽ ഈശോയ്ക്ക് എല്ലാവിധത്തിലും സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോയെ കൂടുതൽ അടുത്തറിയാനും അങ്ങനെ നാം അനുഭവിച്ച ദൈവിക സത്യങ്ങളുടെ സാക്ഷികളാകാനും സാധിക്കട്ടെ. അതിന് ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.